മംഗലശ്ശേരി എൻ്റെ ഡിവിഷനിലായ മംഗലശ്ശേരി തൂക്കുപാലം സർക്കാർ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്നതാണ്. MLA മുഖേന നമ്മൾ നേടിയെടുത്തതാണ്. കണ്ണൂരിലേക്ക് ഇതുപോലെ കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ അങ്ങനെ വരാതിരിക്കാന്നുള്ളൊരു സാഹചര്യം ഉണ്ടോ? ശരിക്കും ഒരിക്കലും അങ്ങനെ ഒരു സാഹചര്യമില്ല. നമ്മൾക്ക് ചേന്നമംഗലൂരിലല്ല ജീവിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ചേന്നമംഗലൂരിൽ എത്ര സർക്കാർ ഫണ്ടുകൾ അനുവദിച്ചു എന്തെല്ലാം സംരംഭങ്ങളുണ്ടായി. മംഗലശ്ശേരി എൻ്റെ ഡിവിഷനിലായ മംഗലശ്ശേരി തൂക്കുപാലം സർക്കാർ ഫണ്ടുമായി ബന്ധപ്പെട്ട് വന്നതാണ്. MLA മുഖേന നമ്മൾ നേടിയെടുത്തതാണ്. ചേന്നമംഗലൂർ ഗ്രാമത്തിലെ ഗവൺമെൻറ് UP സ്കൂള് നമ്മൾ 80 ലക്ഷം രൂപ ചേന്നമംഗലൂർ നാട്ടുകാർ ഒരുമിച്ച് സ്വരൂപിച്ച് സ്ഥലമെടുത്തപ്പോൾ അന്നത്തെ MLA മുഖേനയാണ് UP സ്കൂളിന് കെട്ടിടം വരുന്നത്. ഇന്ന് വീണ്ടും ഇന്നത്തെ പുതിയ MLA മുഖേന പുതിയ കെട്ടിടം നിലവിൽ വന്നു. ഇതൊക്കെ നാട്ടിലേക്ക് വരുന്ന സർക്കാർ ഫണ്ടുകളാണ്. അതുപോലെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ ഞാൻ കൗൺസിലിൽ ഉള്ള സമയത്ത് 2018 വെള്ളപ്പൊക്ക സമയത്ത് തീരം ഇടിഞ്ഞു പോയ സന്ദർഭം ഉണ്ടായി. വീട് വരെ വീടിന് ഭീഷണികൾ വന്ന സമയത്ത് MLAയും മറ്റുമൊക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു ബോട്ട് യാത്ര നടത്തി ഇടിഞ്ഞ പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്തി 10 കോടിയുടെ പ്രപ്പോസൽ കൊടുത്തു. പക്ഷേ ദൗർഭാഗ്യവശാൽ 2019 വീണ്ടും വെള്ളപ്പൊക്കം വന്നപ്പോൾ പ്രളയം വന്നപ്പോൾ ആ ഫണ്ടുകൾ അനുവദിക്കാൻ സർക്കാരിന് പറ്റാത്ത അവസ്ഥയായി. പക്ഷേ ഏറ്റവും എസെൻഷ്യലായ ഭാഗത്ത് നമ്മൾ 45 ലക്ഷം രൂപയുടെ ഒരു പദ്ധതി കൊണ്ടുവരികയും മേജർ ഇറിഗേഷൻ ഫണ്ടിൽ നിന്ന് ആ സംഖ്യ സ്വരൂപിച്ച് അവിടെ തെയ്യത്തുംകട് ഭാഗത്ത് ഒരു കെട്ട് നിങ്ങളെ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ സർക്കാർ ഫണ്ടുകളാണ്. ഒരുപാട് അനവധി സർക്കാർ ഫണ്ടുകൾ വീണ്ടും നമ്മുടെ പ്രദേശത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം സർക്കാർ ഫണ്ടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേന്നമംഗലൂർക്കാർക്ക് ഒരു കാലത്ത് മുക്കത്തേക്കുള്ള യാത്രാ സൗകര്യം നല്ല പ്രയാസത്തിലായിരുന്നു. MLA മുഖേന വന്ന സർക്കാർ ഫണ്ടാണ് ഈ മുക്കം ചേന്നമംഗലൂർ റോഡ് ഏകദേശം 2,80,00,000 മുനിസിപ്പാലിറ്റിയുടെ ഉൾപ്പെടെയുള്ള ഫണ്ട് വെച്ചുകൊണ്ട് 2,80,00,000 ചേന്നമംഗലൂരിലേക്കുണ്ട്. അത് നമ്മൾ വെൽഫെയർ പാർട്ടി കൊണ്ടുവന്നു എന്നല്ല, ചേന്നമംഗലൂരെ രാഷ്ട്രീയ കൂട്ടായ്മയാണ് അത് കൊണ്ടുവന്നത്. അതുപോലെ മണാശ്ശേരി കൊടിയത്തൂരുമായി ബന്ധപ്പെട്ട റോഡ് ചേന്നമംഗലൂർ പ്രദേശത്തൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ചേന്നമംഗലൂരിലേക്ക് സർക്കാർ ഫണ്ടുകൾ വരുന്നില്ല എന്ന് പറയുന്നത് ഒരു അശ്ലീല പ്രയോഗമാണ്. അത് ആരെയൊക്കെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് മറുപടി പറയേണ്ടത് യഥാർത്ഥത്തിൽ ഞാനല്ല, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയക്കാർ എന്ന് പറയുന്നവരാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടത്. കാരണം ഇവർ കൂടി സഹകരിച്ചുകൊണ്ടോ അവർ മുമ്പിൽ നിന്നുകൊണ്ടോ ആണ് ഇത്തരം ഫണ്ടുകളൊക്കെ ചേന്നമംഗലൂരിലേക്ക് വരുന്നത്. അതിലപ്പുറം എനിക്ക് വ്യക്തിപരമായി അവകാശപ്പെടുന്നത്, ഞാൻ മുക്കം മുനിസിപ്പാലിറ്റിയിൽ ആദ്യ കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ചേന്നമംഗലൂർ ഹൈസ്കൂൾ റോഡ് 20 ലക്ഷം രൂപയുടെ ഫണ്ട് മുനിസിപ്പാലിറ്റിയുടെ പൊതു ഫണ്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്, വാർഡിലേക്ക് അനുവദിച്ചതല്ല. അതിന് നാട്ടുകാരുടെയും കൂടി സഹകരണത്തോടു കൂടി അതിനേക്കാൾ വലിയൊരു സംഖ്യ അവിടെ ചെലവഴിച്ചിട്ടാണ് 8 മീറ്റർ വീതിയുള്ള ചേന്നമംഗലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ റോഡ് ഇന്ന് യാഥാർത്ഥ്യമായത്. പഴയ ഹൈസ്കൂൾ റോഡും ഇന്നിൻ്റെ ഹൈസ്കൂൾ റോഡും തമ്മിൽ വ്യത്യാസമില്ലേ? ഈ രീതിയിൽ ചേന്നമംഗലൂരിലേക്ക് ആവശ്യമായ ഫണ്ടുകൾ യഥാസമയം നമുക്ക് ലഭ്യമായിട്ടുണ്ട്.